നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നിന്നുള്ള സൈനിക സമ്മർദ്ദം ശക്തമാകുന്നതിനിടയിൽ തങ്ങളുടെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ കോൺക്രീറ്റും മണ്ണും കൂടി ഉപയോഗിച്ച് ഒരു ഭൂഗർഭ ബങ്കറുകളാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇറാൻ എന്ന പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുടെ വിശകലന പ്രകാരം നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളെ വേഗത്തിൽ ബലപ്പെടുത്തുന്ന തിരക്കിലാണ് ഇറാൻ. അതായത് തല പോയാലും ആണവ കേന്ദ്രത്തിനൊന്നും സംഭവിക്കരുത് എന്ന വ്യക്തമായ പ്ലാൻ ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഒരു മുഴം മുന്നേ ഇപ്പോൾ എറിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പാർച്ചിൽ സൈനിക സമുച്ചയത്തിലെ പുതിയ തയേഗൻ 2 എന്ന കേന്ദ്രം മണ്ണുപയോഗിച്ച് പൂർണ്ണമായും മൂടാനുള്ള നടപടികൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിന്റെ ഫെബ്രുവരി 13 ലഭിച്ച ചിത്രങ്ങൾ പ്രകാരം പ്രധാന ഘടനയ്ക്ക് ചുറ്റും കോൺക്രീറ്റ് കവചം നിർമ്മിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട്. വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി ഈ കോൺക്രീറ്റ് ഉറച്ചതിനു ശേഷം കുന്നുകളിൽ നിന്ന് വലിയ തോതിൽ മണ്ണ് ഇതിന് മുകളിലേക്ക് മാറ്റുകയാണ്. ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നതോടെ ഇവിടുത്തെ പരിമിതമായ പ്രവേശന കവാടങ്ങൾ ഒഴികെ ബാക്കി ഭാഗങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ ബങ്കറുകളായി മാറുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ഡേവിഡ് അൽബ്രെറ്റ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഫോർട്ടിഫിക്കേഷൻ നടപടികൾ പാർച്ചിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നും നദാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള കൊലോങ് ഗാസ്ല പർവ്വതത്തിലെ തുരങ്ക കവാടങ്ങളും ബലപ്പെടുത്തുന്നതായും ഫെബ്രുവരി 10 ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വ്യോമാക്രമണങ്ങളുടെ ആഘാതം ആഗിരണം ചെയ്യുന്നതിനായി തുരങ്ക കവാടങ്ങൾക്ക് മുകളിൽ കോൺക്രീറ്റ് മണ്ണും പാറകളും അധിക പാളികളായി വിന്യസിക്കുന്നുണ്ട്. ഇവിടെ യുറേനിയം സമ്പുഷ്ടീകരണം പോലെയുള്ള അതീവ രഹസ്യമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടോ എന്ന ആശങ്കയും നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. മുൻപ് അമേരിക്ക ബോംബാക്രമണം നടത്തിയ ഈ എസ്ഫഹാൻ ആണവ സമുച്ചയത്തിലും തുരങ്ക കവാടങ്ങൾ മറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഫെബ്രുവരി 8 ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനു പുറമെ പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പാർച്ചിനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ നവീകരിച്ചിട്ടുണ്ട്. 2025 ജൂലൈ മുതൽ ഉപേക്ഷിക്കപ്പെട്ട വിമാനവേധ പീരങ്കികൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കി യാതൊന്നും പുതിയ 2 സ്ഥലത്തുകൂടി അധികമായി വിന്യസിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടന്ന പാരമ്പര്യമുള്ള പാർച്ചിനിൽ ഈ പുതിയ നിർമ്മാണങ്ങൾ ഇറാന്റെ തന്ത്രപരമായ ആണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ആണവ സൗകര്യങ്ങൾ ബലപ്പെടുത്തുന്നത് തുടരുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം. നിർമ്മാണങ്ങളുടെ കൃത്യമായ ലക്ഷ്യം വ്യക്തമല്ലെങ്കിലും ഇറാന്റെ ആണവ പദ്ധതികളിൽ ഈ കേന്ദ്രങ്ങൾക്കുള്ള പ്രാധാന്യം ആശങ്കകൾക്ക് കാരണമാണ്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കൻ സൈന്യം എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അനുമതി കിട്ടിയാൽ ആ നിമിഷം ആക്രമണം തുടങ്ങാനാണ് സൈന്യത്തിന്റെ പദ്ധതി. എന്നാൽ ട്രംപ് എപ്പോൾ അനുമതി നൽകുമെന്ന് വ്യക്തമല്ല. റംസാൻ കാലത്ത് തന്നെ ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ആക്രമണത്തിന് തയ്യാറാണ് എന്ന് സൈന്യം വൈറ്റ് ഹൗസിനെ അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ, യുദ്ധ കപ്പലുകൾ, ഇന്ധന ടാങ്കറുകളായി പ്രവർത്തിക്കുന്ന വിമാനങ്ങൾ എന്നിവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടും. ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ വഹിക്കുകയും ആയിരക്കണക്കിന് നാവികർ ഉള്ളതുമായ 2 വിമാനവാഹിനി കപ്പലുകളാണ് പശ്ചിമേഷ്യയിൽ ഉള്ളത്. ട്രംപിന്റെ ഉത്തരവ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോൾഡ് പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വലിയൊരു യുദ്ധമാകും ഇറാനെതിരെ ഉണ്ടാവുക എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ യുദ്ധമുണ്ടാവില്ല എന്നും ജനീവയിൽ പുരോഗമിക്കുന്ന ആണവ ചർച്ചയിൽ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് വൻ സൈനിക വിന്യാസം എന്നും നിരീക്ഷകരിൽ ചിലർ പറയുന്നു. ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഇറാൻ കരാറിന് തയ്യാറല്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മനോഹരമായ ഒരു നാവിക വ്യൂഹം ഇറാന് ലക്ഷ്യമിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അമേരിക്കയുടെ കപ്പലുകൾ തങ്ങൾ മുക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണിക്ക് ഇറാന്റെ മറുപടി. മാത്രമല്ല, അമേരിക്കയ്ക്ക് മറുപടി എന്നോണം ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നാവികാഭ്യാസം നടത്തിയിട്ടുമുണ്ട്. എന്തായാലും ഇറാൻ അങ്ങനെ വെറുതെ ഇരിക്കാനല്ല തീരുമാനിച്ചിരിക്കുന്നത്. അടിക്ക് തിരിച്ചടി എന്തായാലും ഉണ്ടാവുക. അത് തന്നെയാണ് ഇറാന്റെയും പദ്ധതി.